കെ പി നമ്മൾ കേരളത്തിലെ വാർത്തകളാണ് ഇത്രയും സമയം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? ഇനി നമുക്ക് ഒന്ന് അന്താരാഷ്ട്ര വാർത്തയാണ് പരിശോധിക്കേണ്ടത്. അവിടെ ഈ ട്രംപിന്റെ നിലപാട് അമേരിക്കൻ സുപ്രീം കോടതി വിധിക്കെതിരെയും സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെയും നീങ്ങുകയാണ് ട്രംപ് അല്ലേ? താരിഫുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ട്രംപിന്റെ ചില നിലപാടുകൾ വിലക്കിയത് ചുടിപ്പിച്ചിരിക്കുകയാണ്. ട്രംപും നേർക്കുനേർ കാരണം രാജ്യത്തെ ദ്രോഹിക്കുകയാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയെ തടയിടുകയാണ് ഈ ജഡ്ജിമാരെന്നുള്ള ഒരു വിമർശനമാണ് ട്രംപിന്റെ ഭാഗത്തിനും ഉണ്ടായത്. അത് മാത്രമല്ല, ട്രംപ് എന്നിട്ട് പറയാണ് എന്നാൽ പിന്നെ എല്ലാ രാജ്യങ്ങൾക്കും ഇതാ താരിഫ് 10%. ഒരു വല്ലാത്ത നിലപാട് തന്നെയാണ്. എന്തായാലും നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. അമിത താരിഫ് റദ്ദാക്കിയ US സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ പുതിയ താരിഫ് നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എല്ലാ രാജ്യങ്ങൾക്കും 10% താരിഫ് ചുമത്തുമെന്നാണ് ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. സുപ്രീം കോടതിക്കെതിരെയും അതിരൂക്ഷമായ പ്രതികരണം ട്രംപ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ജഡ്ജിമാരുടെ നിലപാടിൽ ലജ്ജിക്കുന്നുവെന്നും രാജ്യത്തിന് നല്ലത് ചെയ്യാൻ അറിയാത്തവരാണ് വിധി പുറപ്പെടുവിച്ചത് എന്നുമാണ് ട്രംപിന്റെ വാക്കുകൾ. ആദ്യം അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. Foreign countries that have been ripping us off for years are ecstatic. They're so happy. And they're dancing in the streets, but they won't be dancing for long. That I can assure you. The Democrats on the court are thrilled, but they will automatically vote no. They're an automatic no, just like in Congress. They're an automatic no. നാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, എന്തായാലും ട്രംപ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല, വീണ്ടും താരിഫ് ഭീഷണിയാണ്. അത് പ്രത്യേകിച്ച് ഈ സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെയാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് പുതിയ നീക്കത്തെ നോക്കിക്കാണേണ്ടത്? രാഖി, തീർച്ചയായും സുപ്രീം കോടതി വിധി വന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെ നിലപാട് സ്വീകരിക്കുന്ന ഒരു നീക്കം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നമുക്കറിയാവുന്നതാണ്, 9 അംഗ ബെഞ്ചിലെ 6 അംഗങ്ങളാണ്, 6 ജഡ്ജിമാരാണ് ഈ താരിഫ് ഏർപ്പെടുത്തിയ നടപടിയെ അതിശക്തമായി എതിർത്ത് നിലപാടെടുത്തത്. സ്വാഭാവികമായും വിധിന്യായം അത്തരത്തിലാവുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിൽ ആ 6 ജഡ്ജിമാർക്കുമെതിരായ കൃത്യമായൊരു നിലപാട് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു, അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു. ആ പ്രതികരണം എന്ന് പറയുന്നത്, രാജ്യത്തിന് നന്മ ചെയ്യാൻ താല്പര്യമില്ലാത്തവരും അതിന് തയ്യാറല്ലാത്തവരുമാണ് ഇത്തരത്തിലുള്ള വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അത്തരം വിധിന്യായങ്ങളിൽ ലജ്ജിക്കേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള കടുത്ത പരാമർശങ്ങളെല്ലാം തന്നെ സുപ്രീം കോടതിയിലെ ഈ ജഡ്ജിമാർക്ക് നേരെ അദ്ദേഹം നടത്തുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മറ്റൊരു നിർണായകമായ ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. അതായത് എല്ലാ രാജ്യങ്ങൾക്കും 10% അധിക താരിഫ് ചുമത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയും അതുടൻ നടപ്പാകുമെന്ന് സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം കുറിക്കുകയും ചെയ്തു. സ്വാഭാവികമായും അത്തരം ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. അതിനൊരു നിയമപരമായൊരു വശം കൂടിയുണ്ട്. നമുക്കറിയാവുന്നതാണ്, അന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾക്ക് ഒറ്റയടിക്ക് താരിഫ് ചുമത്തുന്ന ഒരു നീക്കമാണ് ട്രംപ് നടത്തിയത്. നമുക്കറിയാവുന്നതാണ്, അതിന് പട്ടികയൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ആ നീക്കം നടത്തുകയായിരുന്നു. അത്തരം ആ ദിവസം നടന്ന ആ നടപടികളുടെ ഭാഗമായി ചുമത്തിയ അധിക താരിഫിനാണ് ഈ താരിഫുകളെല്ലാം തന്നെ ബാധകമാവുക, അല്ലെങ്കിൽ ഈ വിധി ബാധകമാവുക. സ്വാഭാവികമായും അത്തരത്തിലല്ലാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രഖ്യാപിച്ച താരിഫുകളും അതുപോലുള്ള മറ്റ് താരിഫുകൾക്കൊന്നും ഈ വിധി ബാധകമാകാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഏതാണ്ട് 150 ദിവസത്തോളം കാലാവധിക്ക് വലിയ തോതിൽ താരിഫ് ചുമത്താനുള്ള സാധ്യത ലോകം മുഴുവനും അദ്ദേഹം നടപ്പാക്കുക എന്ന ഒരു തീരുമാനമെടുത്തത്. 10% അധിക താരിഫ് എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും ചുമത്തുന്നൊരു തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. അത് ഉടൻ തന്നെ നടപ്പാകുമെന്നൊരു നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, പല രാജ്യങ്ങളുമായി പല രീതിയിലുള്ള വാണിജ്യ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ പല തരത്തിലുള്ള നികുതി ഏർപ്പാടുകൾ അല്ലെങ്കിൽ താരിഫ് ഏർപ്പാടുകൾ അമേരിക്ക നടപ്പാക്കിയിരുന്നു. ഈ ഒരു പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് ഏത് രീതിയിലുള്ളൊരു നീക്കമാണ് നടന്നതെന്ന് അറിയാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം, ഏതാണ്ട് $170 ബില്യൺ ഇത്തരത്തിലുള്ള അധിക താരിഫിൻ്റെ ഭാഗമായി ചുമത്തുകയും ആ ചുമത്തിയ താരിഫ് അമേരിക്ക പിരിച്ചെടുക്കുകയും ചെയ്തത്. ഇത്തരത്തിൽ പിരിച്ചെടുത്ത തുക ഏത് രീതിയിൽ ഇനി കൈകാര്യം ചെയ്യും? കാരണം നമുക്കറിയാവുന്നതാണ്, അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമം എന്ന് പറയുന്നൊരു നിയമം അമേരിക്കയിലുണ്ട്. ആ നിയമത്തിൻ്റെ പരിധിയിലാണ് ഈ ഉത്തരവുകളെല്ലാം പുറപ്പെടുവിക്കുന്നത് എന്നാണ് ട്രംപ് അറിയിച്ചത്. എന്നാൽ അത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ പ്രസിഡന്റിന് അധികാരമില്ല. കോൺഗ്രസിന്റെ അംഗീകാരത്തോടെ അത്തരം നീക്കങ്ങൾ നടത്താനും മാത്രമല്ല, മറ്റൊരു നിർണായക ഘടകം കൂടി കോടതിയുടെ പരാമർശത്തിൽ നിന്നുണ്ടായത്, ഈ രാജ്യങ്ങളൊന്നുമായും അമേരിക്ക യുദ്ധത്തിലല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധ സാഹചര്യമൊന്നും ഇപ്പോഴില്ല എന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ സുപ്രീം കോടതിക്കെതിരെയും സുപ്രീം കോടതി ജഡ്ജിമാർക്കെതിരെയും ട്രംപ് നിലപാട് ഇങ്ങനെ കർക്കശമാക്കുമ്പോൾ സ്വാഭാവികമായും ഉയരുന്നൊരു ചോദ്യമുണ്ട്, ഈ നീതിന്യായ വ്യവസ്ഥയുടെ പരമോന്നത നീതിപീഠത്തോട് ഇങ്ങനെ വെല്ലുവിളിക്കാൻ ട്രംപിന്, അത് അമേരിക്കൻ പ്രസിഡന്റായി കഴിഞ്ഞാലും എത്രത്തോളം സാധിക്കും? കാരണം ട്രംപ് ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ട്രംപിന് തടയിടാൻ നിയമവ്യവസ്ഥകൾക്ക് അധികാരമുണ്ടാകില്ലേ? ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് ട്രംപിന് എത്രനാൾ മുന്നോട്ട് പോകാൻ സാധിക്കും? അത് മാത്രമല്ല, ഈ ജഡ്ജിമാർ പറഞ്ഞു വെച്ചതിന് പിന്നാലെ തന്നെയാണ് എല്ലാ രാജ്യങ്ങൾക്കും പിന്നാൽ പിടിച്ചോ 10% താരിഫ് എന്ന് ട്രംപ് പറഞ്ഞു വെക്കുന്നത്.
തീർച്ചയായും അതിലെ ചില നിയമ സാധ്യതകളും നിയമത്തിന്റെ പഴുതുകളും അദ്ദേഹം കൃത്യമായി പ്രയോജനപ്പെടുത്തി തന്നെയാണ് ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമത്തിന്റെ പരിധിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾക്ക് ഒറ്റയടിക്ക് പ്രഖ്യാപിച്ച താരിഫ് സംബന്ധിച്ചാണ് വിധി വന്നത്. സ്വാഭാവികമായും അത് റദ്ദാകുകയും ചെയ്തു. അതേസമയം മറ്റൊരു രീതിയിൽ, അതായത് 150ഓളം ദിവസം അധിക താരിഫ് ചുമത്താനുള്ള മറ്റൊരു സാധ്യത കൂടി കണക്കാക്കി ആ സാധ്യത വെച്ചാണ് എല്ലാ രാജ്യങ്ങൾക്കും ഒറ്റയടിക്ക് താരിഫ് ചുമത്തുന്ന ഒരു നീക്കമുണ്ടായത്. അത് സ്വാഭാവികമായും ഒരു തുല്യതയുടെ സ്വഭാവം അതിനുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മറ്റൊരു പ്രധാന വിഷയം സുരേഷ് ഉന്നയിച്ചതുപോലെ ഈ ജഡ്ജിമാർക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നത് എത്ര കണ്ട് പ്രായോഗികമാണ്, അല്ലെങ്കിൽ അതൊക്കെ തടയിടേണ്ടതല്ലേ എന്നൊരു വിധിന്യായം വന്നിരിക്കുന്നു. ആ വിധിന്യായം ആ രാജ്യത്തിന് ഗുണകരമല്ലാത്തതാണ് എന്ന് പറയാൻ ഏത് പൗരനും സ്വാഭാവികമായും വിധിന്യായത്തെ വിമർശിക്കാനുള്ള ഒരു പരിധിയുണ്ട്, ഒരു അവകാശമുണ്ട്. ആ അവകാശത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന ഒരു നിലപാടായി മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അത് കോടതി അക്കാര്യത്തിൽ എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കുകയോ കോടതി അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നിഗമനത്തിലെത്തുകയോ ചെയ്താൽ അത് വലിയ തിരിച്ചടിയായി ട്രംപിന് മാറുമെന്ന കാര്യത്തിലും തർക്കമില്ല. പക്ഷേ ആ നിലപാട് എടുക്കുമ്പോൾ കോടതിക്ക് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഭരണഘടനാപരമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ടാകും. ആ ഭരണഘടനാപരമായി ഇന്ന തെറ്റ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊരു നിരീക്ഷണം ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത്തരമൊരു വീഴ്ചയുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കാൻ നിലവിലെ സാഹചര്യമില്ല. അതായത് ജഡ്ജ്മെൻറ്റിനെ വിമർശിക്കാനുള്ള ഓരോ പൗരൻ്റെയും ലോകം മുഴുവനുള്ള ജനാധിപത്യ രാജ്യങ്ങളിലും നിയമവാഴ്ചയുള്ള രാജ്യങ്ങളിലുമുള്ള നിലനിൽക്കുന്ന ഒരു അവകാശത്തിൻ്റെ പരിധിയിൽ നിൽക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രാഥമികമായും കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അത് കോടതി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും സാഹചര്യം വെച്ചാൽ അതിനെതിരായ ഒരു നിലപാട് കോടതിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ തന്നെ അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എങ്കിലും ട്രംപിൻ്റെ ഈ താരിഫ് ചുമത്തുന്ന നടപടി, അതായത് തനിക്ക് താല്പര്യമില്ലാത്ത രാജ്യങ്ങളെ അതിശക്തമായി താരിഫിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ തനിക്കില്ലാത്തൊരു അധികാരം പ്രയോഗിച്ചു, ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം നടത്തി, അമിത അധികാരം ദുർവിനിയോഗം ചെയ്തു എന്നീ നിരീക്ഷണങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെതിരായ ഒരു നീക്കം എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിനെ മറികടക്കാനുള്ളൊരു നീക്കം എന്ന നിലയിലാണ് 10% അധിക താരിഫ് എല്ലാ രാജ്യങ്ങൾക്കും ചുമത്തിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്തിയത്. അതായത് തെരഞ്ഞെടുത്ത രാജ്യങ്ങൾക്ക് അധിക താരിഫ് ചുമത്തുന്ന നീക്കം നിയമവിരുദ്ധമാണ്. അത് ആ പ്രത്യേക നിയമപ്രകാരം, അതായത് അന്താരാഷ്ട്ര സാമ്പത്തിക അടിയന്തരാവസ്ഥ നിയമപ്രകാരം ചെയ്യാൻ സാധ്യതയില്ല എന്ന കൃത്യമായൊരു നിരീക്ഷണം കോടതി നടത്തുകയായിരുന്നു. അപ്പോൾ അതിന് ബദലായൊരു സംവിധാനമാണ് ഈ 10% അധിക താരിഫ്, ബ്ലാങ്കറ്റ് ടാക്സ് എന്ന രീതിയിലാണ് മാധ്യമങ്ങളെല്ലാം തന്നെ അതിനെ വിശേഷിപ്പിച്ചത്. എല്ലാവർക്കും ബാധകമാകുന്ന ഒരു താരിഫ് ഇനം ആയാണ് അത് നടപ്പാക്കുകയും ചെയ്തത്. സ്വാഭാവികമായും അത് മറികടക്കാൻ സാധിക്കുന്ന നിയമവ്യവസ്ഥയുടെ ഒരു ലൂപ്പ് ഹോളായി അതിനെ കണക്കാക്കാൻ സാധിക്കുമെങ്കിലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണ്. ട്രംപിൻ്റെ ഏത് ഭരണപരിഷ്കരണ നടപടികൾക്കും അത്തരത്തിലുള്ള ഭരണപരമായ നടപടികൾക്കും അത് പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ അമേരിക്കയിൽ തള്ളിക്കളയാനാവില്ല എന്നൊരു യാഥാർത്ഥ്യം ഒരു ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്നത് ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനെ ട്രംപ് നേരിടേണ്ടി വരിക തന്നെ ചെയ്യും. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്. ഐസൻ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രംപ് ഏത് രീതിയിലും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഒരു മൂക്കുകയർ വേണം എന്ന് നീതിന്യായ പരമോന്നത നീതിപീഠത്തിനും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിയന്ത്രണം. പക്ഷേ ആ നിയന്ത്രണത്തും ഐസന്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴുതുകൾ ഉപയോഗിച്ച് തിരഞ്ഞെടുത്ത രാജ്യങ്ങൾക്ക് താരിഫ് എന്ന് കോടതി പറഞ്ഞപ്പോൾ, എന്നാൽ ഇന്ന് ആ തെരഞ്ഞെടുത്തല്ല എല്ലാ രാജ്യങ്ങൾക്കും 10% പിടിച്ചോ എന്നുള്ള ട്രംപിന്റെ നിലപാട്. അതാണ് ഈ ട്രംപിന്റെ ചില ചെയ്തികൾ പുള്ളിക്ക് മാത്രം പറ്റുന്ന ചില കാര്യങ്ങൾ അല്ലേ. അവിടെയാണ് പാർട്ടിയുടെ ഇടയിൽ നിന്ന് പോലും വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ലോകരാജ്യങ്ങളുടെ ഇടയിൽ നിന്ന് വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്നാലും ട്രംപിൻ്റെതായ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്.